അവയവ മാഫിയയെക്കുറിച്ചിട്ടുള്ളൊരു കേസാണ്. അതായത് വേണ്ട രീതിയിൽ പ്രോപ്പറായിട്ട് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാതെ ഡെത്ത് സംഭവിക്കുന്നു. അത് അയാളുടെ അവയവം എടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെയുള്ള ഹോസ്പിറ്റൽസ് കൊച്ചി മാത്രം എടുത്താൽ അങ്ങനത്തെ ഹോസ്പിറ്റൽസ് ഇവിടെ ഉണ്ട്. ഇങ്ങനൊരു സംഭവം ഇത് കോർട്ട് കേസ് ആയതുകൊണ്ട് തന്നെ ദിസ് ഈസ് ഹാപ്പനിങ്. ബിസിനസ് അല്ല എന്ന് പറയുമ്പോഴും എങ്ങനെ ഞാൻ അറിയും ഞാൻ ഈ പോകുന്ന ഹോസ്പിറ്റലിൽ ഇത് സംഭവിക്കുന്നുണ്ടോ ഇല്ലയോ, എൻ്റെ ആ ക്ലോട്ട് അത് തുറന്നു വിടാതെ ഞാൻ ആ ക്ലോട്ട് കൊണ്ട് ഞാൻ മരിച്ചു പോവോ? ഈ ഒരു പ്രശ്നം ഈസ് ദർ എനി വേ ടു ടാക്കിൾ ദിസ്? ഹൗ ഡു യു നോ ഈ പറയുന്നതിലെ സത്യങ്ങൾ അസത്യങ്ങൾ ഇതൊക്കെ അസ് എ സാധാരണ പേഷ്യൻറ്റ് വരീസ് മീ. ഞാൻ ചോദിക്കട്ടെ രേണു, രേണു ഒരു ലേ മാൻ എന്ന രീതിയിലാണ് ഇപ്പോൾ സംസാരിക്കുന്നത് അല്ലേ? രേണു പത്രമാധ്യമങ്ങളിലെ വാർത്ത കേട്ടു, ഒരു സിനിമ രേണു കണ്ടിട്ടുണ്ടാവും, ജോസഫ് സിനിമ കണ്ടിട്ടുണ്ട്. ആ സിനിമയിലുള്ള കഥാസാരം രേണുവിനെ അതിനെ കൂടുതൽ സപ്പോർട്ടീവായിട്ട് ചിന്തിക്കാനുള്ള മാനസികാവസ്ഥയിലെത്തിക്കുന്നു. ഞാൻ അതിലേറെ ഈ കോർട്ടിൻ്റെ പ്രൊസീഡിങ്സും ഞാൻ മൊത്തം പറഞ്ഞു. ഈ ഇതിൽ നിന്ന് മാറി ബ്രെയിൻ ഡെത്ത് ഡിക്ലറേഷന് ഗവൺമെന്റ് ലോസിനെ പറ്റി രേണു പഠിച്ചിട്ടുണ്ടോ? ഇല്ല. Then you have to learn that first. പക്ഷേ ഇതിനെതിരെ കേസ് കൊടുത്തിരിക്കുന്ന ആള് അയാൾ ഇത് മുഴുവൻ അതിൻ്റെ ഇതിൽ കൂടെ അരച്ച് കലക്കി കോടതിയിൽ അയാൾ അതിൻ്റെ ഘോരം വാദിക്കുമ്പം കോടതി അത് കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ there is something in it. ഞാനൊന്നും കൂടെ വ്യക്തമായി പറയുന്നു, ഇതിന് നിയമം സ്ട്രോങ് തന്നെയാണ്. ഓക്കെ. ബ്രെയിൻ ഡെത്ത് ഡിക്ലറേഷൻ ഒരിക്കലും ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടർക്കോ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. ബ്രെയിൻ ഡെത്ത് ഡിക്ലറേഷന് മാനദണ്ഡം ഗവൺമെൻറ് ഡിക്ലെയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ. ഓർഗൻ ഡൊണേഷനും അതിനായിട്ടുള്ള മാനദണ്ഡമുണ്ട്. ഓർഗൻ ഡൊണേഷൻ എന്ന് പറയുന്ന ഒരു മഹത്തായ ധർമ്മമായിട്ട് നിങ്ങൾ അതിൽ അംഗീകരിക്കുന്നുണ്ടല്ലോ. മഹത്തായ ധർമ്മമാണ്. പക്ഷേ എനിക്കൊരു ബ്രെയിൻ ഡെത്ത് സംഭവിച്ചാൽ എൻ്റെ അവയവങ്ങൾ കാരണം 4 or 5 പേർക്ക് ജീവൻ കിട്ടുമെങ്കിൽ രേണു അതിന് കൂട്ടു നിൽക്കുന്നുണ്ടോ ഇല്ലയോ? ഈ കേസ് കണ്ട് പേടിച്ചിട്ട് ദയവ് ചെയ്ത് അവയവം ദാനം ചെയ്യാൻ എഴുതരുത്, കൊടുക്കില്ല എന്ന് എഴുതിയിട്ട് വേണം കൊണ്ടുപോകാൻ ഞാൻ വീട്ടിൽ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ രേണു ഒരു കാര്യം മനസ്സിലാക്കും, ഞാനിതിൻ്റെ ഫുള്ളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. അങ്ങനെ രേണു പറയുകയാണെങ്കിൽ ഒരു കിഡ്നി ട്രാൻസ്പ്ലാന്റ് കാത്തു നിൽക്കുന്ന ഒരാൾ അതിൻ്റെ വിഷമം അറിയാം, ഒരു ലിവർ ട്രാൻസ്പ്ലാന്റ് കാത്തു നിൽക്കുന്ന ആൾക്കാരുടെ വിഷമം അറിയാം. കാരണം ലൈവ് ഡോണറിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു സംഭവമായി പോകും. എത്രയോ ആൾക്കാർ മസ്തിഷ്ക മരണം സംഭവിച്ചിട്ട് മണ്ണിൻ്റെ അടിയിലായി പോകുന്നു. ഈ അവയവങ്ങൾ കൊണ്ട് ആർക്കും ഒരു ഗുണം ഉണ്ടാകാൻ പോകുന്നില്ല. പക്ഷേ എന്നെ ജീവിച്ചിരിക്കേണ്ട എന്നെ തട്ടിയിട്ടാണ് ഈ അവയവം അവിടെയാണ് കറക്റ്റ് ചെയ്യേണ്ടത്. ആ പോയിന്റാണ് കറക്റ്റ് ചെയ്യേണ്ടത്. ഒരു ബ്രെയിൻ ഡെത്ത് ഡിക്ലറേഷൻ്റെ റൂൾസ് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. എനിക്ക് അറിയാവുന്ന നോളജിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഒരു പർട്ടിക്കുലർ ഹോസ്പിറ്റലിൽ ഒരു പേഷ്യൻ്റ് ബ്രെയിൻ ഡെത്ത് ആണ്. ഫസ്റ്റ് സ്റ്റെപ്പ്, ഇത് ബ്രെയിൻ ഡെത്ത് ആണ്, ഇതിന് റിക്കവറബിൾ അല്ല എന്ന കാര്യം തെളിയിക്കണം. എന്നിട്ട് ബൈസ്റ്റാൻഡറോട് എക്സ്പ്ലെയിൻ ചെയ്യണം. ഇതാണ് കണ്ടീഷൻ. Are you willing to donate the organs or not? Yes, if I am willing, then comes the next step. A hospital or a private hospital cannot declare brain death on their own. Okay. There is a government body who has to come there on the hospital, in your hospital. അതിലൊരു ന്യൂറോളജിസ്റ്റ് ഉണ്ടാവും, ഒരു ക്രിട്ടിക്കൽ കെയർ, ഒരുപാട് ആൾക്കാർ അതിൽ ഇൻവോൾവ് ആണ്. ഫസ്റ്റ് ആപ്നിയ ടെസ്റ്റ് ചെയ്യണം. ഫസ്റ്റ് ആപ്നിയ ടെസ്റ്റ് ചെയ്ത് ഇത്ര മണിക്കൂർ കഴിഞ്ഞിട്ട് ഈ ഗവൺമെൻറ് ബോഡിയുടെ നേതൃത്വത്തിൽ വീഡിയോ റെക്കോർഡിംഗ് ഉൾപ്പെടെ സെക്കൻഡ് ആപ്നിയ ടെസ്റ്റ് ചെയ്യണം. ഈ സെക്കൻഡ് ആപ്നിയ ടെസ്റ്റ് ചെയ്തതിന് ശേഷം ഈ പേഷ്യൻ്റ് ഒരു കാരണവശാലും റിക്കവർ ചെയ്യില്ല എന്ന് ഉറപ്പ് വരുത്തുക. ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഓർഗൻ ഡൊണേഷനിലേക്ക് മാറാൻ പറ്റുള്ളൂ. ഇത് ഗവൺമെൻറ് ബോഡി ചെയ്യണം. ഇനി ഈ ഓർഗൻ ഡൊണേറ്റ് ചെയ്താൽ തന്നെയും ഈ അവയവ മാഫിയയെ പറ്റി അറിയാത്തതുകൊണ്ട് ഞാനൊരു കാര്യം കൂടി പറഞ്ഞു തരികയാണ്. അവയവ മാഫിയൊക്കെ മാറ്റി വെക്കൂ. ഈ ഓർഗൻ ഈ പർട്ടിക്കുലർ ഹോസ്പിറ്റലിൽ എടുക്കാൻ പറ്റില്ല. ഇതിന് വെയിറ്റിംഗ് ലിസ്റ്റ് ഉണ്ട്. ഗവൺമെൻറ് അലോട്ട് ചെയ്യും. ദിസ് കിഡ്നി ഹാസ് ടു ഗോ ടു ദിസ് പേഴ്സൺ ഓർ ദിസ് കിഡ്നി ഹാസ് ടു ഗോ ടു ഗവൺമെൻറ് ഹോസ്പിറ്റൽ ഓർ പ്രൈവറ്റ് ഹോസ്പിറ്റൽ. ഇത് അലോട്ട് ചെയ്യാൻ ഒരു ബോഡി ഗവൺമെൻറ് KNOS എന്നുണ്ട്. ഞാൻ ഈ ലിസ്റ്റ് ഞാൻ കേട്ടിട്ടുണ്ട്. KNOS. ഇത് KNOS പറയുന്ന ആൾക്കാർക്ക് മാത്രമേ ഇത് കൊടുക്കാൻ പാടുള്ളൂ. അണ്ണത്തിരി നമ്മുടെ ഇഷ്ടത്തിന് ഇത് അപ്പുറത്ത് കൊണ്ടുപോയി ഇപ്പുറത്ത് കൊണ്ടുപോകുന്നു പറയാൻ പറ്റില്ല. But I hear that foreigners come here, they get treated, they get organs നമ്മുടെ legally for a organ transplantation. ഒരു ഫോറിനറിന് ഒരിക്കലും ബ്രെയിൻ ഡെത്ത് ഡിക്ലെയർ ചെയ്ത ഒരാളുടെ ഓർഗൻ കൊടുക്കാൻ പറ്റില്ല. ലീഗലി പറ്റില്ല. കാരണം ലീഗലി സാങ്ഷൻ ഇല്ലാണ്ട് ഹോസ്പിറ്റൽ ഇഷ്ടത്തിന് ചെയ്യാൻ പറ്റില്ല. അതിന് ബോഡി സാങ്ഷൻ ചെയ്യിക്കണം. ലീഗൽ എന്നുള്ള വാക്കോടെ വളരെ ഓർഗൻ ഡെത്ത് ബ്രെയിൻ ഡെത്ത് ഡിക്ലറേഷനും ഓർഗൻ ഡൊണേഷനും ലീഗൽ ഇൻവോൾവ്മെന്റ് മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഞാൻ പറഞ്ഞു വേറെ കാര്യം കൂടി പറഞ്ഞു. ലൈവ് ഓർഗൻ ഡൊണേഷൻ ഉണ്ട്. ഇപ്പം എനിക്ക് കിഡ്നി ട്രാൻസ്പ്ലാന്റ് വേണം, എനിക്ക് തരാൻ എൻ്റെ ഭാര്യയോ അല്ലെങ്കിൽ എൻ്റെ കൂടപ്പിറപ്പോ തയ്യാറായിരിക്കും. ഈ സാഹചര്യത്തിൽ ഒരു ഹോസ്പിറ്റലിൽ ഒരു കമ്മിറ്റി ഉണ്ട്. ഈ കമ്മിറ്റി ഇത് അപ്രൂവ് ചെയ്യണം. ഈ കമ്മിറ്റിയുടെ അപ്രൂവൽ കൊണ്ട് മാത്രം ഹോസ്പിറ്റലിൽ ട്രാൻസ്പ്ലാന്റേഷൻ നടക്കില്ല.
ഈ കമ്മിറ്റി ആ ഡിസ്ട്രിക്റ്റിലുള്ള മെഡിക്കൽ കോളേജ് കമ്മിറ്റി അപ്രൂവ് ചെയ്യണം. നമ്മൾ മെഡിക്കൽ കോളേജിൽ പോകണം. എന്നിട്ട് മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പൽ അടക്കം നിൽക്കുന്ന ഒരു കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റിയിൽ നമ്മുടെ രേഖകളെല്ലാം സമർപ്പിച്ച് നമ്മുടെ സ്വന്തം ഇഷ്ടം കൊണ്ട് തന്നെയാണ് ഞാൻ ഡൊണേറ്റ് ചെയ്യുന്ന ഉറപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ ആ ഹോസ്പിറ്റൽ റീനൽ ട്രാൻസ്പ്ലാന്റേഷൻ നടക്കുകയുള്ളൂ. ഇത് പാലിച്ചേ പറ്റൂ. എനിക്ക് എന്നാലും സംശയമുണ്ട്. ഈ ഒരു ഹോസ്പിറ്റലിന് ട്രാൻസ്പ്ലാന്റ് ലൈസൻസ് തരുന്ന ഗവൺമെൻറ്റാണ്. ലൈസൻസ് ഇല്ലാണ്ട് ഗവൺമെൻറ് പ്രൈവറ്റ് ഹോസ്പിറ്റൽ ട്രാൻസ്പ്ലാന്റേഷൻ നടത്താൻ പറ്റില്ല. ഈ ലൈസൻസിന് ഈ മാനദണ്ഡങ്ങൾ പാലിക്കപ്പെടേണ്ട കാര്യമുണ്ട്. ഇതിൽ നിങ്ങൾക്കൊരു റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പ്രകാരം ഒരു ചോദ്യം ചോദിച്ചാൽ തന്നെ ആ ഗവൺമെൻറ്റിൽ ചോദ്യം ചോദിച്ചാൽ ആ ഹോസ്പിറ്റലുകാർ ആ പർട്ടിക്കുലർ ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് തരാൻ ബാധ്യസ്ഥരാണ്. ഓക്കെ, യു ആസ്ക്. സോ ഇൻസ്റ്റെഡ് ഓഫ് ടെല്ലിങ് ഒരു രേണു പറയുന്ന ഒരു ഫാക്ട് ശരിയാണ്. നമ്മളെ സിനിമ കണ്ട് എനിക്ക് ഞാൻ ഈ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ആളാണ്, എനിക്കറിയാം. എനിക്ക് സിനിമ കണ്ടിട്ട് പേടി വന്നില്ല, എനിക്ക് ആ കേസ് വന്നപ്പോഴാണ് പേടി വന്നത്. ആയിക്കോട്ടെ, ഒരു വൺ കേസ് നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ജനങ്ങളെ ഇതിനെ ബോധവാന്മാർ ഞാൻ പറയുന്നതുകൊണ്ട് മാത്രം നിങ്ങൾ എടുക്കണ്ട. യു മേക്ക് എ സ്റ്റഡി ഓൺ ഇറ്റ്. യു ഗിവ് RTI, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പ്രകാരം നിങ്ങൾ പ്രൊസീഡ് ചെയ്യും. നടന്ന ട്രാൻസ്പ്ലാന്റ് 1-2 എക്സാമ്പിൾസ് എടുക്കും. അൺഎത്തിക്കലി എവിടെയെങ്കിലും നടത്തിയിട്ടുണ്ടോ നിങ്ങൾ പരിശോധിക്കും. നമ്മൾ ലീഗലല്ലേ സംസാരിക്കുന്നത്, ഇല്ലീഗലി നടക്കുന്നുണ്ടെന്നാണല്ലോ സംസാരം. അതല്ലേ എൻ്റെ സംശയം. ഇല്ലീഗൽ നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ചോദ്യം ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. സമയം അത്ര ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആ വഴി പോകുന്നില്ല. പക്ഷെ എനിക്ക് പേടിയാന്ന് ഞാൻ പറയുള്ളൂ. നിങ്ങളോട് ചോദിക്കുന്ന റീസൺ എന്താ, നിങ്ങളിതിൽ വർഷങ്ങളായിട്ടുള്ള ഞാൻ ഈ പറയുന്ന ഈ പോളിസീസിന് മാറ്റം വരുത്താൻ എനിക്കോ രേണുവിനോ സാധിക്കില്ല. പക്ഷെ ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഒരാളുടെ ആണ്. ഇൻഫ്ലുവൻസും ഇല്ലീഗൽ കാര്യങ്ങളും നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ടേ. പക്ഷേ മനുഷ്യന്റെ ശരീരം വെച്ച് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഇല്ലീഗൽ കാര്യം നടത്താൻ പാടില്ല. അതിപ്പോ ഒരാളെ കൊല്ലാൻ പാടില്ല. പക്ഷേ അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നിങ്ങൾ വിശ്വസിക്കണില്ല, ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെ ചെയ്യുന്ന അപ്പൊ ഞാൻ അവയവ മാഫിയ ഞാൻ അവിടെ നിന്ന് വിടുവാണ്. പക്ഷേ അവയവ മാഫിയ വിടരുത്. യു ഹാവ് ടു ഹാവ് എൻ ഇൻവെസ്റ്റിഗേഷൻ ബിഹൈൻഡ് ഇറ്റ്. യു ക്യാൻ ടേക്ക് ദ ഹെൽപ്പ് ഓഫ് ഗവൺമെന്റ്. മേക്ക് ഷുവർ ദാറ്റ് നമ്മൾ ഒരു പ്രോബ്ലം ഉണ്ടെന്ന് വെച്ചാൽ ഇതിൽ ഒരു അനുഭവിക്കുന്നവർക്ക് ഒരുപാട് പേരുണ്ട്. ഇന്ന് കേരളത്തിൽ ബ്രെയിൻ ഡെത്ത് ഡിക്ലറേഷൻ നടക്കാത്ത കൊണ്ട് ട്രാൻസ്പ്ലാന്റേഷൻ പോലും ഒരു ഓർഗൻ പോലും കിട്ടാണ്ട് മരണപ്പെടുന്ന ഒട്ടനേകം ആൾക്കാരുണ്ട്. പക്ഷേ ഇതിൻ്റെ എത്തിക്കൽ വേയിൽ ഇത് നടത്തിക്കൊണ്ട് പോവുകയാണെങ്കിൽ ഒരുപാട് പേര് ജീവൻ കിട്ടുന്ന കാര്യമാണ്.